മൂന്ന് ഭാഗത്തുനിന്ന് ഒരേ സമയത്ത് വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോഴും തീ അണയ്ക്കാൻ സാധിക്കുന്നില്ല. ആകെ ഒരു ആശ്വാസം നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ മിഠായിത്തെരുവിലേക്ക് ഉണ്ടായപ്പോൾ ഉണ്ടായ ആൾനാശം, അവിടെ ആദ്യത്തെ തീപിടുത്തം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ തീപിടുത്തം ഒരു പടക്ക വിൽപ്പന കടയിലായിരുന്നു. ആ കടയിൽ ഉണ്ടായിരുന്ന പൊട്ടിത്തെറിയിൽ ചെറിയ കുട്ടി ഉൾപ്പെടെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു 14 വയസ്സുകാരൻ പയ്യൻ ഉൾപ്പെടെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു കാഷ്വാലിറ്റിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. കാരണം ഇത് ഈ താഴെ ഭാഗത്തുനിന്ന് തീ ഉയർന്ന സമയത്ത് തന്നെ മുകളിലുള്ള കടകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സാധിച്ചു. അങ്ങനെ പെട്ടെന്നൊരു ഇടപെടൽ നാട്ടുകാരുടെയും ഇവിടുത്തെ തൊഴിലാളികളുടെയും ഭാഗത്തുനിന്നുണ്ടായതുകൊണ്ട് വലിയ അപകടമാണ് സ്മൃതി ഒഴിവായത്. കാരണം ഇന്നൊരു ഞായറാഴ്ചയാണ്, അവധിക്കാലമാണ്, സ്കൂൾ തുറക്കാൻ പോവുകയാണ്. കുട്ടികളും രക്ഷിതാക്കളും ഒക്കെയായി സ്കൂൾ വിപണിയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഒട്ടുമിക്കവാറും ആളുകൾ എത്തുന്നൊരു ഇടമാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ്. ആളുകൾ പലയിടങ്ങളിൽ നിന്നായി ബസ് ഇറങ്ങി ഇവിടെയുള്ള ഏറ്റവും അടുത്ത കടയിൽ കയറി സാധനങ്ങൾ വാങ്ങുക എന്നുള്ളതായിരിക്കും. അങ്ങനെ ആളുകൾ കൂടുതലായി എത്തുന്നൊരിടത്ത് ഇങ്ങനെ ഒരു വലിയ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയ ആശ്വാസമായി നമ്മൾ കണക്കാക്കണം. പക്ഷേ ഈ തീ അണയ്ക്കാൻ പറ്റാത്തത് അത് ഫയർഫോഴ്സുകളുടെ പരാജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ അകത്തുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള തീ കത്തിപ്പടരാൻ സാധ്യതയുള്ള വസ്തുക്കളാണ് അതിനകത്തുള്ളത്.